നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രധാനമായി നോക്കുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നീട്ടിവെക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോടും രാഷ്ട്രപതിയോടും ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ നോട്ട് നിരോധനത്തെ തുടർന്ന് സാമ്പത്തിക മാന്ദ്യം രാജ്യത്ത് ഉണ്ടായിരിക്കുക രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തത് 97% നിരോധിച്ച 1000-500 രൂപ നോട്ടുകൾ തിരിച്ച് ബാങ്കുകളിൽ എത്തിയെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MP-യുമായ ശ്രീ A. വിജയരാഘവൻ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, BJP നേതാവ് ശ്രീ VV രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് എന്നിവർ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇന്ന് ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ കൂടി നേതൃത്വത്തിൽ 8 പ്രതിപക്ഷ പാർട്ടികൾ ആണ് ഇലക്ഷൻ കമ്മീഷനെ കണ്ട് ഈ ഫെബ്രുവരി 1-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നീട്ടണം എന്നാവശ്യപ്പെട്ടത്. രാഷ്ട്രപതിയെയും കത്ത് വഴി കാര്യങ്ങൾ അറിയിക്കും എന്ന് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ ആശങ്ക? കാരണം ഞങ്ങൾ രാഷ്ട്രപതിയും അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചത് ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നിഷ്പക്ഷമായും നീതിപൂർവമായും വോട്ട് രേഖപ്പെടുത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ മോദി ആഗ്രഹിക്കുന്നത് വോട്ടർമാരെ ഏത് തരത്തിലും സ്വാധീനിക്കാൻ വേണ്ടി തൻ്റെ ഭരണയന്ത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ബീഹാറിൽ 20,000 കോടി രൂപയുടെ പാക്കേജ്, ബീഹാർ പുനരുദ്ധാരണ പാക്കേജ് മോഡി പ്രഖ്യാപിച്ചു. അങ്ങനെ ആ 20,000 കോടി രൂപയുടെ പാക്കേജിലൂടെ ബീഹാറിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ മോഡി ശ്രമിച്ചു. പക്ഷേ ബീഹാറിലെ വോട്ടർമാരെ 1 ഇഞ്ച് പോലും സ്വാധീനിക്കാൻ മോദിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ മറ്റ് 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുണ്ട്. മെയിനായി മോദിയും BJP ഫോക്കസ് ഇന്ന് ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് പിടിച്ചെടുത്താൽ അടുത്ത 5 വർഷം കൂടി ഇന്ത്യ ഭരിക്കാം എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് മോദി ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ നടക്കേണ്ട പാർലമെൻറ്റ് സമ്മേളനം, ഫെബ്രുവരി ആദ്യവാരത്തിൽ വരേണ്ട ബഡ്ജറ്റ് വളരെ ആസൂത്രിതമായി ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കാൻ, ജനുവരി 30-നോ ഫെബ്രുവരി 1-നോ അവതരിപ്പിച്ച് UP-യിലെ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. കുറേ ചെപ്പടി വിദ്യകളും കുറേ കയ്യടി വാങ്ങാനുള്ള കുറേ പരിപാടികളും അല്ലെങ്കിൽ കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയും മറ്റു സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്നാൽ UPA ഗവൺമെൻറ് കാലത്ത് ഇതുപോലുള്ള സാഹചര്യം വന്നപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യപ്രകാരവും അതോടൊപ്പം തന്നെ അന്ന് BJP അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരവും UPA ഗവൺമെൻറ് അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റ് മാറ്റിവെച്ചത് ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ മോദിയും BJPയും വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്ത് പണിയും ചെയ്യും. ശരി, യാതൊരു മടിയുമില്ലാത്തവരാണ് BJPയും അതുപോലെ തന്നെ മോദിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അത് നേട്ടമുണ്ടാക്കാൻ വേണ്ടി വിനിയോഗിക്കും ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്നുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കാണുകയും അതുപോലെ രാഷ്ട്രപതിയെ കണ്ട് ഈ ആശങ്ക അറിയിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തോടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയോടും നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കണമെന്ന ഒരു ഉത്തമ ബോധ്യം BJPക്കോ നരേന്ദ്രമോദിക്കോ ഉണ്ടെങ്കിൽ അവർ ഈ ബഡ്ജറ്റ് വിജയരാഘവൻ, ഇന്ന് ഇടതുകക്ഷികൾ പക്ഷേ ഈ ഡെലിഗേഷന്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷേ CPM അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നത് BJP ഈ ഫെബ്രുവരി 1-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്താണ് ഇടതുകക്ഷികളുടെ നിലപാട്? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കെ രാഷ്ട്രീയമായ ഒരു ധാർമ്മികതയാണ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബജറ്റ് വരിക എന്നുള്ളത്. പിന്നെ നമ്മൾ സാധാരണ കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു സംവിധാനത്തിൻ്റെ മാറി ചിന്തിക്കലും ഈ പുതിയ തീയതി മാറ്റത്തിൽ ഉണ്ട് താനും. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് ഫെബ്രുവരി അവസാനത്തിലാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ നമുക്കുണ്ട്. പിന്നെ റെയിൽവേ ബജറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ
ധന ബജറ്റ് അതുപോലെ തന്നെ ധനവിനിയോഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രേഖകൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്തു പോകുന്ന ഒരു ഇക്കണോമിക് റിവ്യൂ ഒക്കെ വരുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റമാണ് BJP വന്നപ്പോൾ വരുത്തി. ഒന്ന് റെയിൽവേ ബജറ്റ് അവർ വേണ്ടെന്ന് വെച്ചു, ഈ ബജറ്റിനെ അവർ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ പലപ്പോഴും ഇത് ഉണ്ടാക്കാൻ പോകുന്ന തകരാറുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പിന്നെ ഗവൺമെൻറ് നടത്തിയ ഈ 500,000 പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങളെ ഒഴിവാക്കാൻ പറ്റും. എൻ്റെ ആ ഒരു ഭാഗം തന്നെ ഇതിലങ്ങ് ഒഴിവാക്കാൻ പറ്റും. ഒരു മാസം ഒന്ന് പ്രീപോൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറേ കൂടി വരും ഇത് ഫെബ്രുവരി അവസാനമാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഭാഗത്തെ കുറച്ച് കൺസീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സാമ്പത്തിക ഭാഗത്തെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ആ നിലയിൽ അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തെരഞ്ഞെടുപ്പിന് സഹായകരമായ രൂപത്തിലുള്ള കുറേ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റും. ഒരു തെരഞ്ഞെടുപ്പ് ഓറിയൻറ്റഡ് ആയ ബജറ്റ്. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ രാജ്യ താല്പര്യത്തെക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയമായ BJPയുടെ സങ്കുചിത താല്പര്യത്തിന് സഹായകരമായ രൂപത്തിൽ വാർഷിക ബജറ്റിനെ ഉപയോഗപ്പെടുത്താനാവുമോ എന്നതിൻ്റെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നോട്ട് പരീക്ഷണം പോലെ അതും പിന്നെ ഏത് നിലയിൽ പോകുന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അത് വരുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉദ്ദേശം പിന്നെ ഈ താല്പര്യങ്ങളാണ് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഭാഗം. യഥാർത്ഥത്തിൽ സമ്പദ്ഘടനയ്ക്കോ നമ്മുടെ നാട്ടിലെ സാമൂഹ്യമായിട്ട് എന്തെങ്കിലും ഗുണം നൽകുന്ന ഒന്നായിരിക്കില്ല ഇത്. നേരെ മറിച്ച് ചില സോപ്പുകൾ തെരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അതാണ് ശ്രീ VV രാജേഷ്, ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഒരുപക്ഷെ സാങ്കേതികമായി നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം, ഫെബ്രുവരി 1 നിങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് എന്ന്. പക്ഷേ ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ ചില നിലപാടുകളെയും നടപടികളെയും കീഴ്വഴക്കങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ആ തീയതിയിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ലാൽ, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റിയാണ്. ഈ രണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരും മുതിർന്ന പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ആയിരുന്നിട്ടുള്ളവരും ഇപ്പോഴും തുടരുന്നവരൊക്കെ ഉണ്ട്. വളരെ വ്യക്തമായിട്ട് അവർക്കത് അറിയാം. അപ്പോൾ ബഡ്ജറ്റ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയുള്ളതാണ്. ഇന്ത്യയിൽ എല്ലായ്പ്പോഴും എവിടെയെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കും. ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രീപോൺ ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ പ്രഖ്യാപിച്ചതല്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഫെബ്രുവരി മാസം ലാസ്റ്റ് ഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അതിൻ്റെ ചർച്ച മാർച്ച് മുഴുവനും കണ്ടിന്യൂ ചെയ്യുന്നു. മാർച്ച് മാസം പുതിയ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ആരംഭിക്കുന്നു. പക്ഷേ വർഷങ്ങളായി നമ്മൾ തുടർന്നു വരുന്നൊരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞ് ബഡ്ജറ്റിൻ്റെ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഫണ്ട് അലോട്ട് ചെയ്ത് ഫണ്ട് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു വർഷത്തിൻ്റെ പകുതിയാവും. വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ അത് ബാധിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വർഷത്തേക്കല്ല, ഇനി വരാൻ പോകുന്ന അങ്ങനെ ഒരു പോളിസി ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അത് നേരത്തെ അനൗൺസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് ഫെബ്രുവരി 1 തീയതിയാക്കുന്നു. അപ്പോഴേക്കും ഫെബ്രുവരി മാർച്ച് മാസം പകുതി കൊണ്ട് ബഡ്ജറ്റിൻ്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് ഏപ്രിൽ 1 മുതൽ നമുക്ക് വികസന പദ്ധതി ആരംഭിക്കുവാനും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എല്ലാവർക്കും പണം കൊടുക്കുവാനും സാധിക്കും. അത് ഈ ഉത്തർപ്രദേശ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന എല്ലാ കാലങ്ങളിലും അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഡിസിഷനായിട്ട് വന്നു കഴിഞ്ഞു. ശരി, ശ്രീ രാജേഷ് പറഞ്ഞ കാര്യം നേരത്തെ തന്നെ പാർട്ടിയും പറഞ്ഞിട്ടുള്ളതാണ്. രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. പക്ഷേ നേരത്തെ ഈ തീയതി വന്നപ്പോൾ പ്രതിപക്ഷം ആരും ഈ തീയതിയെ കുറിച്ച് എതിർപ്പ് പറഞ്ഞത് നമ്മുടെ മുമ്പിലില്ല. അല്ല, ഞാൻ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ വിഷയമുണ്ട്. 1 തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വിഷയമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ബഡ്ജറ്റ് അവതരണമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. ശ്രീ രാജേഷ്, ഒരു സംശയം ചോദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ ഫെബ്രുവരി 1 ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് എന്നൊരു കത്ത് വല്ലതും കൊടുക്കുകയോ അങ്ങനെ വല്ലതും ഔദ്യോഗികമായി അറിയിക്കുകയോ ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞതിൽ നിന്ന് വന്ന ഒരു സംശയമായതുകൊണ്ട് ചോദിക്കുകയാണ്. ഗവൺമെന്റ് ബഡ്ജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കത്തിന്റെ ആവശ്യം? അത് എല്ലാവർക്കും അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരി, അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ ശ്രീ രാജേഷ്, നമുക്ക് മുമ്പ് ഉള്ള കീഴ്വഴക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യത്തിൻ്റെ തുടർച്ച തെരഞ്ഞെടുപ്പിലാണ് ഇരിക്കുന്നത്. ആ ഒരു സംവിധാനം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ചാണ് പോകേണ്ടത്. അതിന് വിഘാതമായി വരുന്ന കാര്യങ്ങളെ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടിയോ അതല്ലെങ്കിൽ അങ്ങനെ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കുകയോ ആണ് ചെയ്യാറുള്ളത് പതിവ്. 2012 ഇതേപോലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അന്നത്തെ UPA സർക്കാർ ചെയ്തതും ഇതാണെന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ്
ഈ രീതിയിൽ ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നത്? അല്ല, കോൺഗ്രസ് സർക്കാർ ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യണമെന്ന് അവർ ശഠിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുക, ഞങ്ങൾ ഭരിച്ചു പോകുന്നു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രൊറോഗേറ്റീവാണ്. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കും. ഇത് യൂണിയൻ ബഡ്ജറ്റാണ്. ഇത് ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ബഡ്ജറ്റോ അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചാബിൻ്റെ ബഡ്ജറ്റോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ മണിപ്പൂരിൻ്റെ ബഡ്ജറ്റോ ഒന്നും അല്ലല്ലോ. ഇത് യൂണിയൻ ബഡ്ജറ്റാണ്. ഇത് രാജ്യത്തിന് വേണ്ടി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ്. പക്ഷേ അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ സംസ്ഥാനങ്ങൾക്കായി അവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കും. അല്ലാതെ വേറൊന്നുണ്ടല്ലോ, ഇനി ബഡ്ജറ്റ് അവതരിപ്പിച്ച് കുറേ പണമൊക്കെ ഉത്തർപ്രദേശിന് കൊടുത്ത് ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ ഭയക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറയല്ലേ, നോട്ട് നിരോധനം നടത്തിയിട്ട് ഗവൺമെന്റും BJP തകർന്നിരിക്കുകയാണ്, BJP അങ്ങ് പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ആശങ്ക? ശ്രീ വി വി രാജേഷ്, അവിടെയാണ് ആശങ്ക വരുന്നത്. ഞാനൊരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിച്ചിട്ട് ശ്രീ വി വി തോമസിലേക്കും മറ്റതിലേക്കും പ്രതികരണത്തിനായി പോകാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നോട്ട് നിയന്ത്രണത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, കള്ളനോട്ട് പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല, കണക്കുകൾ പറയാൻ പറ്റിയില്ല. കണക്കുകൾ പറയുന്നത് എന്താണ്? ഈ 97% നോട്ടുകൾ തിരിച്ചെത്തിയതോടുകൂടി നിങ്ങൾ നേരത്തെ അവകാശപ്പെട്ടതെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുഖം രക്ഷിക്കണം. ആ കാര്യങ്ങൾ നേരത്തെ ശ്രീ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സോപ്പുകൾ എന്ന പേരിൽ നിങ്ങൾ ബഡ്ജറ്റിലൂടെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. അത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഫെബ്രുവരി 1 അത് പ്രീപോൺ ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദിവസവും സമയവും കളയുന്നത്? അതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതല്ലേ നിങ്ങൾക്കും സൗകര്യം? ലാല് മഞ്ചേശ്വരത്ത് നിന്ന് ചോദ്യം ചോദിച്ച് പാറശാല നിൽക്കുകയാണ്. എനിക്കിനി എനിക്കും മറുപടി പറയണം. കള്ളനോട്ട് പിടിക്കാൻ പറ്റുമെന്ന് ലാലിന് എങ്ങനെ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും? കള്ളപ്പണം പിടിക്കാൻ പറ്റിയില്ലെന്ന് ലാലിന് അവിടെ വീണ്ടും ചോദ്യത്തിൽ കയറി ഇടപെടുകയാണ്, ഉത്തരത്തിൽ കയറി ഇടപെടുകയാണ്. ലാല് കള്ളപ്പണം പിടിക്കാൻ പറ്റിയ ലാലിന് എങ്ങനെ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും? റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പുറത്തു വിട്ടെ ലാൽ ഊഹിച്ച് ലാൽ മറുപടി പറയാതെ. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്ന 97% വരുന്ന നോട്ടുകൾ തിരിച്ചു വന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ആധികാരികമായിട്ട് അവർ റിപ്പോർട്ട് പുറത്തുവിടട്ടെ. ആ വന്നതിൽ തന്നെ പോസ്റ്റ് ഓഫീസിൽ അടച്ച പണമുണ്ട്. കറൻസി ചെസ്റ്റുകളിൽ എത്തിയ കൃത്യമായ പണം എത്തിയ റിപ്പോർട്ട് റിസർവ് ബാങ്ക് പുറത്തു വിട്ടാൽ മാത്രമേ കള്ളപ്പണം വന്നോ ഇല്ല എന്നുള്ളത് അറിയാൻ സാധിക്കൂ. അതിനുശേഷം നമുക്ക് ആധികാരികമായിട്ട് ആ ചർച്ചയിലേക്ക് കടക്കാം. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തടസ്സം എന്താണ്? നിയമപരമായി അതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ BJP നോട്ട് നിരോധനം നടപ്പിലാക്കിയതിലൂടെ BJP തകർന്നിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര ആശങ്ക? BJP ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യം എന്താ? നിങ്ങൾ വിജയിച്ചോ? ശരി, തിരിച്ചു വരാം. ശ്രീ PV തോമസ്, ഇവിടെ നിയമപരമായ ഒരു ചോദ്യം ശ്രീ VV രാജേഷ് ഉയർത്തുന്നത് ഈ ഭരണഘടനാപരമായി നിയമപരമായി ഒക്കെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്നുള്ളതാണ്. BJP പറയുന്നതും പ്രതിപക്ഷം പറയുന്നതും കണക്കിലെടുക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ സുഗമമായ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം എടുത്ത നിലപാടിനെയാണോ BJPയുടെ നിലപാടിനെയാണോ കൂടുതൽ പിന്തുണയ്ക്കാൻ സാധിക്കുക? ഡോക്ടർ ലാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ട് ബഡ്ജറ്റ് അവതരണം മാറ്റിവെക്കണം? എന്തുകൊണ്ട് മാറ്റിവെച്ചുകൂടാ? പ്രത്യേകിച്ചും 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ. ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് മാറ്റിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമോ? ഒരു തകർച്ച ഉണ്ടാകില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടിയാണെന്ന് പറയുന്നു, ഭരണഘടനയുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു, ശരിയാണ്. ഒരു രാജ്യത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്, അവകാശമാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഡ്യൂട്ടിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് കുറേ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, മാർച്ച് 8 കഴിഞ്ഞാൽ, അത് തിരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിവെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇത് ഓരോ രീതിയിൽ നമ്മൾ നോക്കണം. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഭരണഘടന ഇത് ബജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിൽ വികസന പരിപാടികളെ ബാധിക്കുമെന്നാണ് പറയുന്നത്. എന്ത് വികസന പരിപാടി ബാധിക്കും? ഒരു വികസന പരിപാടിയും ബാധിക്കുന്നില്ല. വികസന പരിപാടിയെ ബാധിക്കുന്നതും പണം ദുർവ്യയം ചെയ്യപ്പെട്ടു പോകുന്നതും പണം ഉപയോഗിക്കപ്പെടാതെ പോകുന്നതും ഇവരുടെ പൊളിറ്റിക്കൽ വില്ലാത്തതുകൊണ്ട്, ആരുടെ? എല്ലാ രാഷ്ട്രീയക്കാരുടെയും പൊളിറ്റിക്കൽ വില്ലില്ലാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ബജറ്റിൻ്റെ കുഴപ്പമൊന്നുമല്ലത്. അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും മൊറാലിറ്റി അനുസരിച്ച്, ധാർമ്മികത അനുസരിച്ച് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ മാറ്റിവെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയുന്നുണ്ട്, രത്തോഗി പറഞ്ഞു, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു, അതായത് ഞങ്ങൾ സോപ്പുകളൊന്നും കൊടുക്കാതിരുന്നാലും നടക്കാമെന്ന് പറഞ്ഞു. അതായത് ആനുകൂല്യങ്ങളൊന്നും ഈ 5 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കാമെന്ന് പറഞ്ഞു.
പക്ഷേ അതൊക്കെ എത്രയോ കാര്യമായിട്ട് അതിനെ മറികടക്കാനായിട്ട് സാധിക്കും. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുക, മാർച്ച് 8-ന് ശേഷം ഭരണഘടന ബജറ്റ് അവതരിപ്പിക്കുന്നു പറയുക. 1-ാം തീയതി ഫെബ്രുവരി 1-ന് വരുന്നില്ല, എക്കണോമിക് സർവേ വരട്ടെ, 1-ാം തീയതി വരുമായിരിക്കും, മാർച്ച് 31 വരുമായിരിക്കും, അത് വരട്ടെ. പക്ഷേ അപ്പം അതിൻ്റെ ചിത്രം അറിയാം നമുക്ക്. അപ്പോൾ ബജറ്റിൽ യാതൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, സ്വാധീനിക്കാനുള്ള ശ്രമമില്ലെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇനിയിപ്പോൾ BJP ഈ കാര്യങ്ങളെ നീട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം തന്നെയാണ് വളരെ അന്തിമമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ ഇത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, കീഴ്വഴക്കങ്ങൾ ഉണ്ടല്ലോ മുൻപ് എന്ന് പറയുകയാണെങ്കിൽ BJPക്ക് ഒരുപക്ഷെ നിർബന്ധം ആയി ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം. അതല്ലാതെ ഒരു സാധ്യത ആണോ ഇപ്പോൾ കാണുന്നത്? BJP ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമായി അവരുടെ വികസന കാര്യങ്ങൾ തുടർന്നു കൊണ്ട് പോകുന്നതിനുള്ള തടസ്സം കൊണ്ട് തന്നെയാണോ ഈ നിർബന്ധം പിടിക്കുന്നത് എന്ന് താങ്കൾക്ക് ഇപ്പോൾ ഒരു പുനർവിചിന്തനം ഉണ്ടാകുന്നുണ്ടോ രാജേഷ് പറഞ്ഞതിന് ശേഷം? ഒരിക്കലുമില്ല. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കാൻ രാജേഷിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ആ ബഡ്ജറ്റിന്മേലുള്ള ചർച്ചകൾ ഉടൻ തന്നെ നടക്കുന്നില്ല, ബഡ്ജറ്റ് ഉടനെ പാസ്സാക്കുന്നുമില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നാമമാത്രമായ ഓൺ അക്കൗണ്ട് പാസ്സാക്കിക്കൊണ്ട് പിന്നെ എന്താ ചെയ്യുന്നത്? സഭ ഒരു മാസത്തേക്ക് പിരിയുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാസക്കാലം വിവിധ മന്ത്രാലയങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങുകൾ ചേർന്ന് ആ മന്ത്രാലയങ്ങൾക്ക് ബഡ്ജറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്ന തുകകൾ വെച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രൊപ്പോസൽസ്, ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 4-5 സിറ്റിങ്ങുകൾ നടത്തി ആ മന്ത്രാലയത്തിൻ്റെ ബഡ്ജറ്റ് വിഹിതത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി റിപ്പോർട്ട് പാർലമെൻറ്റിൽ കൊടുത്തതിന് ശേഷമാണ് വീണ്ടും പാർലമെൻറ്റ് ചേർന്ന് പിന്നെ പാർലമെൻറ്റ് ഈ ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാജേഷ് അറിഞ്ഞുകൂടാത്ത കാര്യം, രാജേഷിൻ്റെ പാർലമെൻറ്റിൽ വരാത്തതുകൊണ്ടാണ് ഒരു അറിഞ്ഞുകൂടാത്തത്, നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ ബഡ്ജറ്റ് പാസ്സാകുന്നില്ല, മറിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് വേണ്ടി സഭ പിരിയുന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിവിധ ഇപ്പോൾ ലോക്സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത് 4-5 മന്ത്രാലയങ്ങളുടെ മാത്രമേ നേരിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി 10-20-30ഓളം മന്ത്രാലയങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് അവലോകനം നടത്തി പ്രപ്പോസൽ കൊടുക്കുന്നത്. അപ്പോൾ 1.5 മാസം അല്ലെങ്കിൽ 1 മാസക്കാലം പാർലമെൻറ്റ് പിരിയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാം കൂടി റിപ്പോർട്ട് പോയതിനു ശേഷം അതെല്ലാം കൺസൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ലോക്സഭയിൽ വന്ന് ആണ് ബഡ്ജറ്റ് ഔദ്യോഗികമായി പാസ്സാക്കുന്നത്. അങ്ങനെ മിനിമം 2-2.5 മാസം കഴിഞ്ഞിട്ടാണ് ബഡ്ജറ്റ് ഔദ്യോഗികമായി പാസ്സാക്കുന്നത്. അപ്പോൾ ഇവിടെ രാജേഷ് പറയുന്നത് ഭരണഘടന ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഭരണഘടന അവകാശമാണ്, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് ഇപ്പോൾ തന്നെ അവതരിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്ത് ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ തരത്തിൽ വിവരക്കേടിരുന്നുകൊണ്ട് പറയുകയാണ്. ബഡ്ജറ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ലോക്സഭയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടും പിന്നെ എങ്ങനെയെങ്കിലും BJPയുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി രാജേഷ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയല്ല. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു 2012 ഇതേ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായപ്പോൾ അന്ന് UPA ഗവൺമെൻറ് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളെയും തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷവും നീതിപൂർവ്വം നടക്കണമെന്നും വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ ബഡ്ജറ്റ് ആകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരണം മാറ്റിവെച്ച് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെൻറ്, ഒരു മുന്നണി ഈ രാജ്യം ഭരിച്ചാണ്. അതൊന്നും മനസ്സിലാക്കാതെ BJP ഈ ഉത്തർപ്രദേശിൽ തങ്ങളുടെ അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ ഞാൻ തിരിച്ചു വരാം ശ്രീ രാജേഷിലേക്ക്. ഞാൻ തിരിച്ചു വരാം. രാജേഷ് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ വിജയരാഘവൻ കൂടി പറയുന്നതിന് ഒരുമിച്ച് മറുപടി പറയുന്നതായിരിക്കും താങ്കൾക്കും സൗകര്യം. ശ്രീ വിജയരാഘവൻ, നേരത്തെ രാജേഷ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതായത് ഈ സോപ്പുകൾ ഒക്കെ കൊടുക്കുക എന്നുള്ളതും ഈ നോട്ട് നിരോധനത്തിലൂടെ അവർക്കുണ്ടായ ഒരു അടി ഇവിടെ ബാലൻസ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി നേരത്തെ ബഡ്ജറ്റിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ 97% നോട്ടുകൾ തിരിച്ചെത്തി എന്നൊക്കെ പറയുന്നത് പോലും അവർ ഖണ്ഡിക്കുന്നത് അങ്ങ് കണ്ടല്ലോ. അതായത് RBIയോ ബാങ്കുകളോ ഒക്കെ എണ്ണിയതിൽ പറ്റിയ പിഴവുകളായിരിക്കും, അവർ വീണ്ടും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പിഴവുകളല്ല, കണക്കെടുത്ത് റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അല്ല എണ്ണിയത് തെറ്റിയെന്ന് വ്യാഖ്യാനിക്കരുത്. താങ്കൾ പറയുന്നതിൽ ഒരു പരിഹാസമുണ്ട്. ശരി, ആ പരിഹാസം പൊതുവെ ഉണ്ടാകുന്നുണ്ട് ശ്രീ രാജേഷ്, ആ പരിഹാസം പൊതുവെ ഉള്ളതാണ്. RBI പോലെ ബാങ്കുകൾ പോലെയുള്ള സ്ഥാപനം
സ്ഥാപനങ്ങളൊക്കെ രാജ്യത്ത് ഇതുപോലെ ഒരു തവണ കൊടുത്തത് വീണ്ടും ശരി, ഞാൻ പരിഹാസ രൂപേണ പറഞ്ഞതായി അങ്ങേക്കത് തോന്നിയതെങ്കിൽ അത് അങ്ങ് ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രശ്നം കൊണ്ടുകൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജേഷ്, അങ്ങേക്ക് മറുപടി പറയാം. ശ്രീ വിജയരാഘവൻ, അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? പരിഹാസം ഇല്ലാതെ അങ്ങേക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിലെന്താ വെച്ചാല് നമ്മള് നോട്ടുകൾ പിൻവലിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നേരത്തെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ BJP നേതാക്കന്മാരുടെ പറഞ്ഞത് എന്താ വെച്ചാൽ അനേക ലക്ഷം കോടി രൂപ തിരിച്ചു വരില്ല, അത് ഗവൺമെന്റിന് ഉപകാരപ്രദമായിട്ട് അത് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രചരണം BJPയുടെ പല നേതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ലക്ഷം കോടി രൂപ, 5-8 ലക്ഷം കോടി രൂപ വരില്ല അവിടെ. അപ്പൊ അത് ഗവൺമെന്റിന് കിട്ടും, അത് നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് വികസനമൊക്കെ മെച്ചപ്പെടും, ഇതാണ് പറഞ്ഞത്. ആ നിലയിലൊന്നും ഇത് നടക്കുന്ന ഒരു കാര്യമേ അല്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കുടുങ്ങി. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, രാജേഷിനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നാട്ടിലെ എല്ലാവരെയും ഒരുപോലെ കൊടുക്കാൻ പറ്റിയ ഒരു സംഗതി, ഒരാൾ മാത്രം കൊടുക്കുന്നതല്ല, എല്ലാവരും കുടുങ്ങിയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ രാജേഷ് പറഞ്ഞതുപോലെ കണക്കിൻ്റെ കാര്യം വരും, പക്ഷേ അതിന് മുമ്പ് തന്നെ ജീവിതത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അത് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പുറത്തുള്ള സാമ്പത്തിക ഘടകങ്ങളും കൂടി കലരുന്നതാണ്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, സമ്പദ്ഘടനയിലേക്ക് ഏൽപ്പിച്ച ആഘാതം, പൊതുവെ ഗവൺമെൻറ് പിന്തുടർന്നു പോകുന്ന നയങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയാതെ പോകുന്ന പ്രശ്നങ്ങൾ, കോർപ്പറേറ്റ് ലാഭം എന്നതിന് മാത്രം കിട്ടുന്ന ഒരു മുൻകൈ, ഇതെല്ലാം ഉണ്ടാക്കിയ സങ്കീർണതകളെ ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ സങ്കീർണതകളുടെ ഇടയിലാണ് ഒരു പുതിയ സങ്കീർണത കൂടി സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ് ഞാനിതിൽ കരുതുന്നത്. കാരണം വെച്ചാൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് തീയതിക്ക് പ്രഖ്യാപിച്ചാലും പാർലമെൻറ്റിൽ ബജറ്റിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. അങ്ങനെ പാർലമെൻറ്റ് പറ്റും. കാരണം പാർലമെൻറ്റിന് സ്ക്രൂട്ടിനി ചെയ്യേണ്ട ഒന്നാണ് ബജറ്റ്, അല്ലാതെ ഒരു മാസം മുമ്പാക്കി സ്പീഡിൽ നടത്തുന്നതല്ല. പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണമായ സ്ക്രൂട്ടിനിയാണത്. അത് എല്ലാ പിന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായ വകുപ്പുകളെ സ്ക്രൂട്ടിനി ചെയ്യണം. അത് ചിലത് രാജ്യസഭ സ്ക്രൂട്ടിനി ചെയ്യും, ചിലത് ലോക്സഭ സ്ക്രൂട്ടിനി ചെയ്യും, പിന്നെ കുറേ എല്ലാം നമ്മൾ പാർലമെൻ്ററി സമിതികളിലും സ്ക്രൂട്ടിനി ചെയ്യപ്പെടും, ചർച്ച ചെയ്യപ്പെടും, അത് പരിശോധിക്കും. അപ്പോൾ ബജറ്റ് എന്നത് ഒരു പ്രോസസ്സാണ്. സ്വാഭാവികമായിട്ടും റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റും വരില്ലേ. അപ്പോൾ പിന്നെ ഒരു മാസം മുമ്പ് നടന്നുകൊണ്ട് വികസനത്തിൻ്റെ വേഗത വർദ്ധിക്കും എന്നുള്ളത് നോട്ട് പിൻവലിച്ച് പിന്നെ കാശ് കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. മറിച്ച് നമ്മളെ ഡെമോക്രസി കാത്തു സൂക്ഷിച്ചു പോകുന്ന പൊതു സമീപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബജറ്റ് കൃത്യമായി സമർപ്പിക്കുക, ആ ബജറ്റ് തന്നെ പാർലമെൻറ്റിൻ്റെ വിശദമായ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുക, ആ പരിശോധനയെ തുടർന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന നിയതമായ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ ഇപ്പോൾ അപകടപ്പെടുത്തുന്നു എന്നതിൽ ആശങ്കയുണ്ട്. BJP ആണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി, ശ്രീ രാജേഷിനോടുള്ള എന്റെ ചോദ്യം വരുന്നതിന് മുമ്പ് ഇവരുടെ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞോളൂ. ഇവിടെ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് MP പറഞ്ഞ ഒരു കാര്യം ശരി, ഞാൻ MP ആയിട്ടില്ല, പാർലമെൻറ്റിനകത്ത് ഞാൻ വന്നിട്ടുമില്ല. പക്ഷേ വ്യക്തമായ ബോധ്യത്തോടുകൂടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാസ്സാകുകയില്ലെന്നും പിറ്റേ ദിവസം രാവിലെ പോകുന്ന MPമാരുടെയൊക്കെ കയ്യിലെടുത്ത് പണം കൊടുത്തേക്കില്ലെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഓരോ താങ്കൾ തന്നെ പറഞ്ഞില്ല, ഒരു മാസത്തേക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചേരാൻ പിരിയുകയാണ്. അതിനുശേഷം വീണ്ടും സമയമെടുക്കും. ഈ കാര്യങ്ങൾ ടോട്ടൽ ഈ കാര്യങ്ങളാണ് സാർ ഒരു മാസം പ്രീപോൺ ചെയ്യണമെന്ന് പറയുന്നത്. വേറെ തടസ്സമൊന്നും ഇല്ലാതിരിക്കെ ഫെബ്രുവരി 28 എന്നുള്ളത് ഫെബ്രുവരി 1-ാം തീയതി ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മാസം നമുക്ക് നേരത്തെ ആക്കാൻ സാധിക്കുമല്ലോ. ആ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു മാസം നേരത്തെ ആക്കാൻ സാധിക്കുമല്ലോ രാജ്യത്തെമ്പാടും. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. താങ്കൾക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ താങ്കൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഒരു മാസത്തിന് മുമ്പ് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അല്ല, വരാൻ പോകുന്നുണ്ടേ. ഒരു മാസത്തിന് മുമ്പ് അതെങ്ങനെയാ സാധിക്കുന്നത്? 28 ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് അവതരിപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഒരു മാസത്തെ നേരത്തെ താങ്കൾ തടസ്സപ്പെടുത്തരുതേ. സഭയുടെ കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങൾ തോക്കുകയും ഞങ്ങൾ ജയിക്കുകയും ചെയ്യുന്ന സഭയിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കൂ സർ. ഞാൻ പറയുന്നത് MP ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് മറുപടി പറയൂ. എന്റെ ഉത്തരം പോലും കേൾക്കാതെ താങ്കൾക്ക് എങ്ങനെയാ മറുപടി പറയാൻ സാധിക്കുന്നത്? ശരി ശ്രീ സുരേഷ്, പക്ഷേ ശ്രീ രാജേഷ് ശ്രീ രാജേഷ് അതായത് ശ്രീ കൊടുക്കുന്ന സുരേഷ് ഇപ്പോൾ സഭയിലുള്ള കാര്യങ്ങളാണ്, അവിടുത്തെ നിയമങ്ങളാണ് പറയുന്നത്, നടപടികളാണ് പറയുന്നത്. ബഡ്ജറ്റ് പാസ്സാക്കുന്നതിനെ സംബന്ധിച്ച് രാജ്യസഭയിലും ലോക്സഭയിലും ചട്ടങ്ങൾ നിലവിലുണ്ട്. ആ ചട്ടം അനുസരിച്ചല്ല രാജേഷ് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക്
തോന്നുന്നുണ്ടോ പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും അരുൺ ജെയ്റ്റ്ലിക്കും ഈ ചട്ടങ്ങളൊന്നും അറിയില്ലാണ്, അരുൺ ജെയ്റ്റ്ലിക്ക് പോലും കൊഴുക്കുന്നിൽ സുരേഷിന്റെ അത്ര ജ്ഞാനമില്ലാതെയാണ് ഈ തീരുമാനമെടുത്തെന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയാണ് താങ്കൾ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, എന്താ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ബഡ്ജറ്റ് താങ്കൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ബഡ്ജറ്റ് ഫെബ്രുവരി മാസം 1-ാം തീയതി അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? ഒരു മാറ്റവും വരുത്തില്ല. താങ്കൾ പറയുന്നു ഇന്ത്യയിലെ 283 BJP താങ്കളുടെ അത്രത്തോളം സഭാപരിജ്ഞാനം ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്. ഇങ്ങനെയല്ല സാർ ചർച്ചയിൽ പെരുമാറേണ്ടത്. ഇങ്ങനെയല്ല ചർച്ചയിൽ മറുപടി പറയേണ്ടത്. ഇങ്ങനെയല്ല ചർച്ചയിൽ മറുപടി പറയേണ്ടത്. പക്ഷേ ശ്രീ രാജേഷ്, ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ ശ്രീ സുരേഷും നേരത്തെ ശ്രീ വിജയരാഘവനും ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളല്ല കഴിഞ്ഞ 3-4 മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. RBI ചെയ്യേണ്ടത് പ്രധാനമന്ത്രി നേരിട്ട് ചെയ്യുക, രാഷ്ട്രപതി ചെയ്യേണ്ടത് നേരിട്ട് പ്രധാനമന്ത്രി ചെയ്യുക എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ രീതിയിലുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കമ്മീഷനെ പോലും കളഞ്ഞിട്ട് നീതി ആയോഗ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും വരുന്നു. ഫെബ്രുവരി 28 നടക്കേണ്ടത് ഫെബ്രുവരി 1 കൊണ്ടുവരുന്നു. തെരഞ്ഞെടുപ്പിന്റെ കൂടെ ആകാമെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആളുകൾ പറയുമ്പോൾ അത് നിയമങ്ങളെ അട്ടിമറിക്കും എന്നവർ സംശയിച്ചാൽ അതിനെ ഞാൻ മറുപടി തരാം. അത് മറുപടി അർഹിക്കുന്ന ചോദ്യം തന്നെയാണ്. അത് ഞാൻ മറുപടി തരാം. ശ്രീ രാജേഷ്, ലാലിൻ്റെ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. ഇവിടെ CPM പ്രതിനിധി അദ്ദേഹം ഉന്നയിച്ചു, അതായത് കീഴ്വഴക്കങ്ങൾ മാറ്റുന്നു, പിന്നെ ബഡ്ജറ്റ് നേരെയാക്കുന്നു, ഇങ്ങനെ നേരത്തെ ആക്കുന്നു, നീതി ആയോഗിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അടിവരായിട്ട് പറയുന്നു, ജവഹർലാൽ നെഹ്റു ഭരിച്ചതുപോലെയോ ഇന്ദിരാഗാന്ധി ഭരിച്ചതുപോലെയോ അല്ല ഭരിക്കുവാനല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവാനല്ല ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ കീഴ്വഴക്കങ്ങൾ ലംഘിക്കും. ഞങ്ങൾ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് കാലാനുസൃതമായി വരുത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തും. ഇടയ്ക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇടപെടേണ്ടി വരും. അതായത് ഈ നിങ്ങൾ കീഴ്വഴക്കങ്ങൾ ലംഘിക്കുകയോ നിയമങ്ങൾ തെറ്റിക്കുകയോ ചെയ്യുന്നതിലല്ല പ്രശ്നം. പക്ഷേ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ നിലനിർത്തിക്കൊണ്ട് അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ല അത് ചെയ്യേണ്ടത്. നിങ്ങൾ പാർലമെന്റിൽ അത് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് നിയമം മാറ്റി വേണം അത് ചെയ്യാൻ. ഏത് നിയമം ലംഘിക്കുന്നു? താങ്കൾ പറയാം, നിയമം പറയാം. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞാൽ താങ്കൾ പറയാം, നിയമിക്കുന്നു ലംഘിക്കുന്നു നിയമം പറയാം. ഞാൻ പറയാം, മറുപടി ഞാൻ പറയാം. ഏത് നിയമം ലംഘിക്കുന്നു? ഇവിടെ പറഞ്ഞ കാര്യങ്ങളില്ല. ഏത് നിയമമാണ് ഞങ്ങൾ ലംഘിക്കുന്നത്? അങ്ങ് പറഞ്ഞു. എന്റെ സംശയം ഫെബ്രുവരി 1 തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിൽ അത് ഭരണഘടനാ ബാധ്യത നിറവേറ്റലാകില്ല എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഈ ഭരണഘടനാ ബാധ്യത അറിയാവുന്ന ആളുകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെയും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഇരിക്കുന്നത്. കമ്മീഷൻ അറിയാം ബഡ്ജറ്റ് വേണമെങ്കിൽ മാറ്റിവെക്കാവുന്നതാണ്, തെരഞ്ഞെടുപ്പാണ് പ്രധാനം. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്, ധാർമ്മികത പാലിക്കേണ്ടതാണ്, കോഡ് ഓഫ് കോണ്ടക്ട് പാലിക്കേണ്ടതാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇട്ടു തന്നിരിക്കുകയാണ്. ഇതുവരെയുള്ള രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോയത് അതുപോലെ നിങ്ങൾ ചെയ്യുക. യെസ്, ലാൽ പറഞ്ഞത് ഫെബ്രുവരി 1-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിൽ അത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്നല്ലേ ലാൽ പറഞ്ഞത്. ഭരണഘടനാ ബാധ്യത നിറവേറ്റലല്ല. ഒരു കാര്യം ചെയ്യൂ ലാൽ, അതൊന്ന് റീപ്ലേ ചെയ്ത് കാണിക്കൂ, ഞാൻ നോക്കട്ടെ. പിന്നെ എന്താണെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ കാണിക്കൂ. താങ്കളുടെ പറഞ്ഞ പറഞ്ഞു ശ്രീ വി രാജേഷ് മുന്നോട്ട് പോയത് തന്നെ ഇത് ഭരണഘടനാ ബാധ്യതയാണ്. ഭരണഘടനാ ബാധ്യത അല്ലെന്ന് പറഞ്ഞ പിന്നെ തർക്കം എന്താണ്? ഭരണഘടനാ ബാധ്യതയൊന്നും അല്ല, ഞങ്ങൾ ഇത് നിർബന്ധം കൊണ്ട് വെറുതെ ചെയ്യുന്നതാണെന്നാണോ അങ്ങ് പറഞ്ഞത്? അല്ല, ഇനി ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കാം. പറയൂ. ലാൽ പറഞ്ഞ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ലാൽ പറഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ ലാലിനോട് പറയുന്നു. ഞാൻ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അതിന്റെ മലയാള വാക്കാണ് സാർ ഞാൻ പറഞ്ഞത്. ഭരണഘടന അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ബാധ്യത എന്ന് ഞാൻ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റി തന്നെയാണ് മറ്റൊരു അർത്ഥത്തിൽ ഭരണഘടനാ ബാധ്യത. ഇടപെട്ട് എന്റെ നാവടപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റിയാണ്. ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിച്ചാലേ നെസസിറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരിടത്തും പറഞ്ഞില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത്. ഫെബ്രുവരി 1 തന്നെ അവതരിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. ബഡ്ജറ്റ് അവതരണം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റി ആണെന്നുള്ളത് തർക്കമില്ലല്ലോ. ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് പോളിസിയാണ്. അതായത് വികസന പദ്ധതികൾക്ക് കാലതാമസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രീപോൺ ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. അവിടെയാണ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കുന്നത്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ നോക്കുകുത്തിയാക്കുന്നത്. മോഡൽ കോഡ് ഓഫ് എന്റെ കൊടുക്കുന്ന സുരേഷ്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു ഫെബ്രുവരി മാസം 1-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന്. ഇലക്ഷൻ കമ്മീഷനെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അറിയാമായിരുന്നു. നേരത്തെ ശ്രീ PV തോമസ് അത് പറഞ്ഞതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ രാജേഷ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ PV തോമസ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1-ാം തീയതി തന്നെ നടപ്പിലാക്കേണ്ടതാണ് എന്ന് 1-ാം തീയതി അല്ലെങ്കിലും ഞാൻ പറയാത്ത കാരണം എന്റെ നാവിൽ തിരിവെക്കരുത്. ഞാൻ പറഞ്ഞത് ഇത് ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. ഫെബ്രുവരി 1-ാം തീയതി ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയല്ല.
വികസന പദ്ധതികൾക്ക് തടസ്സം വരാതിരിക്കുവാനും ആക്കം കൂട്ടുവാനും വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. എന്ത് വികസന പരിപാടി എന്ത് വികസന പരിപാടി രാജ്യത്ത് നടക്കുന്നത് അത് താങ്കൾക്ക് ഇതുവരെയായിട്ട് എന്ത് അറിയില്ല. വികസന പരിപാടിയാണ് താങ്കൾ പറയൂ? വികസന- ഫെബ്രുവരി 1-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിൽ താഴെ പോകുന്ന എന്ത് വികസനമാണ് അങ്ങ് പറയുന്നത്? ഒരു മാസം പണം ലഭിക്കുവാനും വികസന പദ്ധതികൾക്കും തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് പരമാവധി നേരത്തെ ആക്കാൻ ശ്രമം നടത്തുകയാണ് ഗവൺമെന്റ്. അതിനെന്തിനാ താങ്കൾ തടസ്സപ്പെടുത്താൻ ഇവിടെ 3 മാസമായി ആളുകൾക്ക് പൈസ അവർ ബാങ്കിൽ ഇട്ടിരിക്കുന്നത് കിട്ടാതിരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും താഴെ പോയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, പി വി തോമസ്, ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. താങ്കളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അല്ല, ഇപ്പോ- ഇത് ഇവിടെ പറഞ്ഞു ഇല്ല, ഞാൻ കുടുങ്ങി- തിരിച്ചു വരാം. ഇവിടെ- നമുക്ക് ഇവിടെ- വിഷയങ്ങളെല്ലാം ഇവിടെ ഒരു മാറി കാര്യം മാറി ഇവിടെ പോകുന്നു. പറഞ്ഞു. എനിക്ക് ശ്രീ വിജയരാഘവനിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്. ആ. നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷും താങ്കളും തമ്മിലുള്ള ഒരു അല്ല, അദ്ദേഹം ചോദിച്ചതിന് കുറെ മറുപടി പി പറഞ്ഞു. വി തോമസ്, അല്ല ഞാൻ വരാം ശ്രീ സുരേഷ്. ശ്രീ പി വി തോമസ്, ഇപ്പോ ഈ ഭരണഘടനാ ബാധ്യത അല്ലെങ്കിൽ ഭരണഘടനാ നെസസിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വികസന പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് BJP മുന്നോട്ട് പോകുന്നത്, അവർക്ക് ഈ നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു തിരിച്ചടി അത് മറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് നേരത്തെ ശ്രീ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അങ്ങനെയാണെന്ന് തന്നെ കാണേണ്ടി വരുമോ ഈ രീതിയിലുള്ള ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ? ലാല്, ഞാനൊരു കാര്യം പറയാം. അതിൽ ലാല് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ശ്രീ BV രാജേഷ് പറഞ്ഞത് ഞാൻ വിശകലനം ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് ഭരണഘടന പ്രകാരം ബജറ്റ് അവതരിപ്പിച്ചേ പറ്റൂ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണത്, അവതരിപ്പിച്ചേ പറ്റൂ. പക്ഷേ അത് ഈ ഫെബ്രുവരി 1-ാം തീയതി വേണമോ എന്നുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല ഫെബ്രുവരി 1-ാം തീയതി വേണമെന്ന് പറഞ്ഞില്ല. ഭരണഘടന അവതരിപ്പിക്കുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റി ഒബ്ലിഗേഷനാണ്, കടമയാണെന്ന് പറഞ്ഞു. അത് വളരെ ശരിയാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് മാറ്റിവെച്ചുകൂടാ? 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ധാർമ്മികമായിട്ട് ആൾക്കാർ ചോദിച്ചേക്കും, ഈ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ, വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നതെന്ന്. ആ ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായിരിക്കും. അപ്പോൾ മുകുൾ രത്വങ്കി ചോദിച്ചത്, സുപ്രീം കോടതി പറഞ്ഞത്, ഈ 5 സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായ ആനുകൂല്യമൊന്നും പ്രഖ്യാപിച്ചായിരിക്കാൻ പോരെന്ന് ചോദിച്ചു. അത് നമുക്കറിയാം. അത് പ്രഖ്യാപിച്ചാലോ പ്രഖ്യാപിക്കാതിരുന്നാലോ പൊതുവെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങോട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വരും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ചോദിക്കേണ്ട കാര്യം, അതായത് ഇപ്പോൾ തന്നെ അഭിരുചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഭരണഘടന തകർച്ച ഉണ്ടാകുമോ? വികസന പരിപാടികളെല്ലാം മന്ദിച്ചു പോകുമോ? അതുപോലെ ഡിമോണിറ്റൈസേഷൻ ശേഷം ഉണ്ടായിട്ടുള്ള ഇതിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? അതിനുശേഷം സാമ്പത്തികമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇത് ഫെബ്രുവരി 1-ാം തീയതിയിലേക്ക് അഡ്വാൻസ് ചെയ്തത് എന്തിനു അഡ്വാൻസ് ചെയ്തു? മാറ്റിവെക്കണം. അത് മാറ്റിവെക്കാമല്ലോ. ഫെബ്രുവരി 8-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. 11-ാം തീയതി കൗണ്ടിങ് ആണ്, അതിന് മുമ്പ് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യാതെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഈ ധൃതിയും അതെല്ലാം വളരെ സംശയാസ്പദമാണ്. അതുകൊണ്ട് ഈ ധൃതി വേണ്ട. എന്തുകൊണ്ട് മാറ്റിവെക്കുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. മാറ്റിവെക്കാമല്ലോ. അതുകൊണ്ട് ഭരണഘടന തകരുന്നില്ല, വികസനം വന്നിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല രാജ്യത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നൊരു ചോദ്യം, അതെന്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിപക്ഷത്തിനും സാധ്യമല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ മാറ്റിവെച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം വളരെ ജെന്യൂനാണ്, ന്യായമാണ്. അതാണ് നോക്കേണ്ടത്, ധാർമ്മികവുമാണ്. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരാം. ശ്രീ വിജയരാഘവൻ, ഇതിപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, NDAയിലെ സഖ്യകക്ഷിയായ ശിവസേന പോലും ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവേദിയിൽ തന്നെ ശിവസേനയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ കഴിഞ്ഞ 60 ദിവസമായി BJP പറഞ്ഞുകൊണ്ടിരുന്നത് കള്ളപ്പണ വേട്ടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം നോട്ട് നിരോധനം ചെയ്തത്, അതിന് ചോദ്യം ചെയ്യുന്നവരെല്ലാം കള്ളപ്പണക്കാരുടെ കൂടെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ BJP പറയാൻ പോകുന്നത് വികസനത്തിന് നിങ്ങൾ എതിർക്കാൻ പോവുകയാണ്, വികസനം നിങ്ങൾക്ക് വേണ്ടേ എന്നാണ് അവതാരകനോട് പോലും ചോദിച്ചത് ശ്രീ വിജയരാഘവൻ. കാണിച്ചാല് BJP ഈ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജേഷ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളത് ചെയ്യും, ഞങ്ങളങ്ങനെ ചെയ്യാണ് എന്നാണ് അത് ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല വാചകമല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്നവരും എല്ലാം അടങ്ങുന്നതാണ് ജനാധിപത്യ പ്രക്രിയ. പാർലമെന്ററി ഡെമോക്രസി പരിപാലിച്ചു പോരുന്ന ചില മാന്യമായ മാനദണ്ഡങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിലൂടെയാണ് ഈ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാസം പിന്നോട്ട് വലിച്ചുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ വികസന പ്രക്രിയക്കോ മറ്റു കാര്യങ്ങൾക്കോ. വോട്ട് ഓൺ അക്കൗണ്ട് അല്ലാതെ ബാക്കി സ്ക്രൂട്ടിനി ഇല്ല, പാർലമെന്ററി സ്ക്രൂട്ടിനി ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്ത്
അമിതാധികാരത്തിൻ്റെ ഒരു സാധ്യതയാണ് ഞാനിതിൽ കാണുന്നത്. ഒരു ഭൂരിപക്ഷം കിട്ടിയെന്നതിൻ്റെ പേരിൽ എന്തും ചെയ്യാം എന്ന ഒരു ധാർഷ്ട്യം ഇവിടെയുണ്ട്. പാർലമെൻറ്റിനെ പരിപൂർണമായി അവഗണിക്കുക എന്ന നയസമീപനവും ഇതിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആപത് സൂചനകളുള്ള വാക്കുകളും വാചകങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പെശകുകൾ കണ്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുക എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ 60 ദിവസമായിട്ട് ജനം മുഴുവൻ അനുഭവിച്ചില്ലേ? എല്ലാവരും കുടുങ്ങിക്കിടക്കല്ലേ? രാജ്യത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലുമുള്ള സ്തംഭനം ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുവിട്ട വിപത്ത് എന്താണ്, പരിമിതി എന്താണെന്ന് കണ്ടു മനസ്സിലാക്കി അത് തിരുത്തുക ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതറിയില്ല എന്നതാണ് ബി.ജെ.പിയുടെ പ്രത്യേകത. അതിൻ്റെ ഒരു തുടർച്ചയാണിത്. ജനാധിപത്യ മര്യാദകളോടുള്ള ആ പാർട്ടിയുടെ അവജ്ഞയോടുകൂടിയ സമീപനത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ നമുക്ക് കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ആ തെരഞ്ഞെടുപ്പിൽ എന്ത് മാർഗവും ഉപയോഗിക്കാം എന്നല്ലാതെ ജനാധിപത്യ മര്യാദകൾ പാലിക്കണമെന്ന് ഇല്ല. അതുതന്നെയാണ് അമിതാധികാരത്തിൻ്റെ സ്വരമുണ്ട്, അമിതാധികാരത്തിൻ്റെ വീക്ഷണമുണ്ട്, അതിൻ്റെ വലിയ തോതിലുള്ള ബഹിർസ്ഫുരണമാണ് ഇതിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നിങ്ങൾക്കും ആ ചോദ്യം നേരിടേണ്ടി വരും. ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ ചെയ്യുന്നതിനെ തടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ബഡ്ജറ്റ് അവതരണത്തെ നീട്ടിവെക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ന് അവർ പറയും. എന്നാലും ഞാനിവിടെ രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങളെ ഖണ്ഡിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി മുതൽ വാജ്പേയി 5 വർഷം ഭരിച്ചു, അതിനുശേഷം വീണ്ടും മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ വന്ന കാലയളവിൽ ഒരിക്കൽ പോലും നമ്മുടെ ഭരണഘടനാപരമായി പാർലമെന്ററി സംവിധാനം ലോക്സഭയും രാജ്യസഭയിലെ ചട്ടപ്രകാരമാണ് ബഡ്ജറ്റുകളും ഡിബേറ്റുകളും ലോക്സഭയിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റെയിൽവേ ബഡ്ജറ്റായിരുന്നാലും അതിനെല്ലാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാജേഷൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് ഞങ്ങളെ അധികാരത്തിലേറ്റിയത് ഇതെല്ലാം മാറ്റാനാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയി 5 വർഷം ഈ രാജ്യം ഭരിച്ചതല്ലേ? അടൽ ബിഹാരി വാജ്പേയി ഈ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലല്ലോ. അടൽ ബിഹാരി വാജ്പേയി ഒരു കാരണവശാലും പാർലമെന്ററി ചട്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റിമറിച്ചുകൊണ്ടോ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലല്ലോ. അതുപോലെ തന്നെ അതിനു മുമ്പ് കോൺഗ്രസ് ഇതര എത്ര പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചു? അവരാരും നമ്മുടെ നിലവിലുള്ള പാർലമെന്ററി സംവിധാനത്തിലെ ചട്ടങ്ങളും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ടല്ലേ മുന്നോട്ട് പോയത്? എത്ര സ്പീക്കർമാർ, കോൺഗ്രസ് അല്ലാത്ത സ്പീക്കർമാർ വന്നു? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി, ഇത് നരേന്ദ്രമോദി എല്ലാം തീരുമാനിക്കാൻ അധികാരപ്പെട്ടവരെന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇത് ശരിയാണോ? നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 2 MP-മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്നൊന്നും ഇവിടെ ഈ അധികാരം ഇതിനേക്കാൾ വലിയ മെജോറിറ്റിയിലാണ് കോൺഗ്രസും അതുപോലുള്ള കക്ഷികൾ വന്നിട്ടുള്ളത്. അന്നൊന്നും ഞങ്ങൾ ഇതുപോലുള്ള അല്പത്തരം കാണിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഇത് ജനങ്ങളുടെ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ. രാജേഷ്, ഒരുപക്ഷെ മുൻപ് കോൺഗ്രസിന്റെ സർക്കാർ വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരു പിഴവ് എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു നടപടി എടുത്തതിൻ്റെ ഫലം അവർ പിന്നീട് അനുഭവിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യത്തെ, ഈ പറയുന്ന അപായ സൂചനകൾ, ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയ പേടിപ്പെടുത്തുന്ന വാക്കുകൾ, പേടിപ്പെടുത്തുന്ന ചില നടപടികൾ, ആ രീതിയിലുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ കാണുന്നതുകൊണ്ടാകാം ശിവസേന പോലെ ഒരു പാർട്ടി പോലും നിങ്ങളോടൊപ്പം നിൽക്കാത്തത് ഈ കാര്യത്തിൽ. ഞാൻ കമന്റ് പറയുന്നില്ല. ഞാനിവിടെ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്ന അതൊരു ചർച്ചയുടെ കാര്യത്തിലായതുകൊണ്ട് അങ്ങേക്ക് പറയേണ്ടതാണ്. അങ്ങയുടെ ഒപ്പം ഒരു പാർട്ടി അങ്ങയുടെ പാർട്ടി ചെയ്തൊരു നടപടിയെ തള്ളി പറയുകയാണ്. അല്ലാതെ മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ സമയം മുതൽ തന്നെ ചില തള്ളിപ്പറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ. ഇത്രയും ഞാൻ ചുരുക്കുകയാണ്. കാരണം അത് ഞാനല്ല പറയേണ്ടത്, ഓൾ ഇന്ത്യ ലീഡേഴ്സ് പറയേണ്ടതാണ്. അവർ പറഞ്ഞോളും. ഇവിടെ ഈ 2 പേരും നമ്മുടെ ഇപ്പോൾ ലൈവായിട്ട് 2 പേരുണ്ടല്ലോ, അവർ തന്നെ ആവശ്യത്തിന് മറുപടി പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും സമയം തന്നാൽ മാത്രം മതി. ഇവിടെ ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ ഞാൻ പറയുന്നു, അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിച്ചു 1998-ലാണ്. നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് 2016-ലാണ്. 1998-നും 2016 ഇടയ്ക്ക് കാലം ഒരുപാട് കഴിഞ്ഞു പോയി, വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. അപ്പോഴേക്കും കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുന്നു. ശ്രീ വിജയരാഘവൻ അവർ പറയുന്നത് പോലെ ഞങ്ങളത് അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ, ആത്മവിശ്വാസത്തിൻ്റെ ഭാഷയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കാലാനുസൃതമായി ഞങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഭാഷയാണ്. CPM ആയതുകൊണ്ടാണ് താങ്കൾക്ക് അഹങ്കാരത്തിൻ്റെ ഭാഷ എന്ന് തോന്നുന്നത്. ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ രാജ്യത്ത് മാറ്റം വരുത്തണം. വിദേശ നയത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, സൈനിക നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, വിദ്യാഭ്യാസ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ എം പി കോൺഗ്രസ് മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ പറയരുതേ. അല്ല, രാജ്യത്ത് നിങ്ങൾ മാറ്റം വരുത്തി. താങ്കൾ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേ താങ്കൾ ഇങ്ങനെ എന്തിനു തടസ്സപ്പെടുത്തുന്നത്? ശ്രീ രാജേഷ്, ഈ കാര്യത്തിൽ താങ്കൾ മറുപടി പറയുന്നതിന്റെ കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇന്ന് രാഷ്ട്രപതി പോലും പറഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമാണ്, ഈ പാവപ്പെട്ടവരൊക്കെ
നാളെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യം നന്നാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ അവർ ഉണ്ടാകുമോ എന്നൊരു സംശയമാണ്. അവർക്ക് അതിന് സാധിക്കുമോ എന്നാണ് രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത്. ഈ ഇത് മറുപടി പറഞ്ഞു തരാം. ശിവസേനയുടെ ഉത്തരം പറയുന്നില്ല, രാഷ്ട്രപതിയുടെ പറയുന്നില്ല. രാഷ്ട്രപതിയുടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്, വായിക്കാനായിട്ട് തയ്യാറായിരിക്കുക. അത് പറയാം. അതായത് കാലാനുസൃതമായി മാറാത്തത് കൊണ്ടാണ് പശ്ചിമ ബംഗാൾ ഇപ്പോഴും മനുഷ്യനെ വലിക്കുന്ന റിക്ഷയുള്ളത്. അവിടെ ഒരു യമഹ മോട്ടോർ വെച്ച ഒരു റിക്ഷ പോലും ഇല്ലാത്തത് ചരിത്രം പറയരുത്, പശ്ചിമ ബംഗാൾ പറയരുത്, മഹാരാഷ്ട്ര പറയരുത്, CPM-നെ പറയരുത്, എന്നെ പ്രകോപിപ്പിക്കേണ്ട. ഉത്തരം പറയാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ലാലിന്റെ തനിനിറം ജനങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് CPM-നെ പറഞ്ഞത്. മറ്റൊന്ന് ഇപ്പൊ CPM അല്ല, ഇനി കോൺഗ്രസ് അല്ല, BJP ആരെ കുറിച്ച് പറഞ്ഞാൽ ഈ സമയം വളരെ കുറവാണ്. അങ്ങയുടെ തനിനിറം ഞാനും പറയുകയാണ്. ഉത്തരം പറയില്ല. ഐ ആം BJP. ഞാൻ പറയാം. ഇനി താങ്കൾ ചോദിച്ച പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിലേക്ക്. പ്രസിഡന്റ് എന്താ പറഞ്ഞത്? നോട്ട് അസാധുവാക്കൽ കള്ളപ്പണത്തെ ഇല്ലാതാക്കുകയും അഴിമതിയെ ചെറുക്കുകയും ചെയ്യുമെങ്കിലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ താൽക്കാലികമായ മാന്ദ്യത്തിന് അത് കാരണമാകും. ഞാൻ അടിവരയിട്ട് ഇതാ പ്രസിഡന്റ് പറഞ്ഞത്. താൽക്കാലിക മാന്ദ്യം. അടുത്ത് പറയാം. നിങ്ങൾ അറിയാം. നമ്മൾ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് കഴിയില്ല. അവരുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം, കാര്യങ്ങൾ ചെയ്യണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് രാഷ്ട്രപതി. അദ്ദേഹം രാജ്യത്തെ ഗവൺമെന്റിനോട് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്, ഒരു ഉപദേശം വയ്ക്കുകയാണ്. ഗവൺമെന്റ് ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കലും പറയലും ഒക്കെ അവിടെ നടത്തിയിട്ടാണ് ലാൽ ഇത് ചെയ്തത്. ഒന്നും അറിയാത്തത് പോലെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് അല്ല, അത് താങ്കൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു നോക്കൂ. അതായത് അദ്ദേഹം വെച്ച ഗവൺമെന്റ് മുമ്പാകെ ഒരു വച്ച നിർദ്ദേശം ഒരു ജനാധിപത്യ ഗവൺമെന്റ് ശിരസ വഹിച്ചുകൊണ്ട് അത് പരിശോധിക്കും, ഗവൺമെന്റ് നടപടി സ്വീകരിക്കും. പക്ഷെ അദ്ദേഹം ആദ്യം പറഞ്ഞു കള്ളപ്പണത്തെയും കള്ളനോട്ടിനെയും തടയാൻ വേണ്ടി അത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ലാൽ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇനി പറയേണ്ടത്, രാഷ്ട്രപതി ആ കാര്യം ഇനി ഭാവിയിൽ അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി നിങ്ങൾ പറയേണ്ട ഈ കള്ളപ്പണം എത്ര പിടിച്ചു, ആ കണക്കുകളാണ് പറയേണ്ടത്. ആ കാര്യം പോലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അക്കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വരാൽ എത്ര ശതമാനം നോട്ടുകൾ കൃത്യമായി തിരിച്ചു. ഇനി കള്ളനോട്ട് പിടിച്ചില്ലെന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ട് അച്ചടിച്ച് വച്ചിരുന്നു. ഇത് നിരോധിച്ചതോടുകൂടി അത് മാറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കള്ളപ്പണം എത്ര വന്നു എന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ശരി, അപ്പൊ എന്റെ ആ രണ്ട് ചോദ്യങ്ങൾ അങ്ങ് ഉത്തരം പറയുക. ശിവസേനയുടെ കാര്യത്തിൽ അങ്ങയുടെ കൂടെ നിൽക്കുന്നവർ നേരത്തെ പറഞ്ഞു, വാജ്പേയിയുടെ കാര്യം ശ്രീ കൊടുക്കുന്നില്ലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ ചെയ്യാത്ത ഈ അട്ടിമറി പെട്ടെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ രണ്ടിന് മറുപടി പറയാം. ഒന്ന്, ആദ്യം വാജ്പേയിയുടെ കാര്യം, അതാണ് ഏറ്റവും റെലവന്റ്. അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിച്ചത് 24 പാർട്ടിയുടെ, നിങ്ങൾ അതിന് വേറൊരു വർഷം കൊണ്ടുവരും, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, 24 പാർട്ടികളുടെ പിന്തുണയോടെ ആയിരുന്നു. ആ ഗവൺമെന്റിന് ഒരു സഖ്യകക്ഷികളുടെ കുറെ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ ഗവൺമെന്റിന് സഖ്യകക്ഷികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് നല്ല ഭൂരിപക്ഷമുണ്ട്. കാലം മാറി. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതും അന്ന് നടപ്പിലാക്കാൻ പറ്റാത്ത പോയതുമായിട്ടുള്ള പല പദ്ധതികളും ഇപ്പോൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഇനിയും ഉത്തർപ്രദേശിൽ കൂടി ഗവൺമെന്റ് വന്ന് രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഗവൺമെന്റ് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള കാര്യം സംശയം വേണ്ട. വളരെ വ്യക്തമാണ് ആ കാര്യമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അതാണ് രാജേഷിന്റെ വായിൽ നിന്ന് വന്ന ഒരു കാര്യം. ഉത്തർപ്രദേശിൽ കൂടി എല്ലാം കൂടി ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഇനി രാജ്യം എങ്ങോട്ടൊക്കെയാണ് പോകാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് തന്നെയാണ്. ശ്രീ കൊടിക്കുന്നിൽ പറയട്ടെ. അതായത് നരേന്ദ്രമോദി ഇതുവരെ 2.5 വർഷക്കാലത്തെ ഭരണത്തിനേക്കാൾ തെളിയിച്ചു താൻ ഒരു പകുതി ഏകാധിപതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കൂടി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അട്ടിമറിക്കും, നമ്മുടെ പാർലമെന്ററി സംവിധാനത്തെ അട്ടിമറിച്ച് ഒരു പ്രസിഡൻഷ്യൽ സംവിധാനം കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഇരിക്കാമെന്നാണ് മോഡി കരുതുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാനും നമ്മുടെ പാർലമെന്ററി നടപടികൾ സംരക്ഷിച്ച് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് UP രാഷ്ട്രീയമായി എന്താണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകം എഴുതാൻ നിങ്ങൾ നടക്കണ്ട, അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. അത് ഇന്ത്യയിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ശ്രീ കൊടിക്കുന്നിൽ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ വരാതിരിക്കാനും നരേന്ദ്രമോദിയെ ഏകാധിപതിയാക്കാതിരിക്കാനും കോൺഗ്രസ് ഉത്തർപ്രദേശിൽ വലിയ ജാഗ്രത കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അതിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു? നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പാർട്ടി കമ്മിറ്റി പങ്കെടുപ്പിക്കാൻ ആദ്യം ശ്രമിക്കണം. ഇല്ല, ഉത്തർപ്രദേശിൽ എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ നില എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഞങ്ങൾ സർവേയിലേക്ക് പോകല്ലേ ശ്രീ രാജേഷ്, ദയവായി സർവേയിലേക്ക് പോകല്ലേ, അത് വലിയ തർക്കങ്ങളിലേക്ക് പോകും. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, താങ്കൾ പറയും. സർവേ കോർപ്പറേറ്റുകളെ കൊണ്ട് മോഡി ഉണ്ടാക്കിയ ഒരു സർവേ
ഒരു തട്ടിക്കൂട്ടിയ സർവേ, ആ സർവേ ഇന്ത്യയിലെ ജനങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ബീഹാറിലും ഇതേ സർവേ ആണല്ലോ BJP ഉണ്ടാക്കിയത്. മോദിക്ക് അനുകൂലമായ തരംഗമാണ് ബീഹാറില്. അവിടെ ബീഹാറിൽ നീതീഷ് വരില്ല, മോദിക്കായിരിക്കും രാജ്യത്ത് നിലനിൽക്കില്ല. രാജേഷ്, രാജേഷിനോട് ഒരു മിനിറ്റിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ലാല് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ്. യുപിയിൽ BJP അധികാരത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ശ്രീ രാജേഷ്, എന്റെ ചോദ്യത്തിന് മറുപടി, മറ്റുള്ളവരുടെ എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം അങ്ങ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ അവസാനം കിടക്കുകയും ചെയ്യുന്നു. ഈ ചോദ്യത്തിനെങ്കിലും മറുപടി പറഞ്ഞാൽ. ഇപ്പോൾ ഈ സർവേയുടെ കാര്യം പറഞ്ഞല്ലോ, സർവേ ഈ ഒരു മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല, ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഒരു പാർട്ടിയുടെ നേതാവിനെയും ജനങ്ങൾ മുഖ്യമന്ത്രിയായി പറയുന്നില്ല. അഖിലേഷ് യാദവിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മായാവതിയെ ആണ് പറയുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക് ഇത്രയും വിപ്ലവം ഉണ്ടാക്കിയിട്ടും കേവല ഭൂരിപക്ഷമാണ് നേടാൻ പറ്റുന്നത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടി കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ പറ്റുന്നുണ്ട്. അതിന്റെ സൂചന എന്താണ്? നിങ്ങൾ ഈ സോപ്പുകളിലൂടെ ബഡ്ജറ്റിൽ എന്തെങ്കിലും കാണിച്ചാൽ അല്ലാതെ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ? അതല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? ഞാൻ ലാലിന്റെ ചോദിക്കട്ടെ. ഒന്ന്, സർവേ ഞാൻ അമിതമായിട്ട് ആരാധിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നില്ല. BJP ഇതിനു മുമ്പ് ഉത്തർപ്രദേശ് ഭരിച്ചിട്ടുണ്ടെന്നല്ലോ. അന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇല്ലായിരുന്നല്ലോ. അന്ന് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റൊന്നും അവതരിപ്പിച്ചിട്ടൊന്നുമല്ലോ BJP ഉത്തർപ്രദേശ് അന്ന് ഭരിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങൾ മാറുകയാണ്. ഒരു മാസം കഴിയട്ടെ, ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടും. അഥവാ ഈ ബഡ്ജറ്റ് കൂടെ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 100-300 സീറ്റിലൊക്കെ ഉത്തർപ്രദേശിൽ BJP ജയിച്ചു വരുന്ന കാര്യം കണ്ടു. ആ ഒരു മിനിറ്റിലെ ചോദ്യമായി ശ്രീ വിജയരാഘവൻ. അതായത് ഈ സമയം അങ്ങോട്ട് ചെല്ലും തോറും ആണ് ഭൂരിപക്ഷം കൂടുന്നത് BJPക്ക്. ഒരു മാസം കൂടി അങ്ങോട്ട് ചെല്ലട്ടെ, ഭൂരിപക്ഷം കൂടുമെന്നാണ് ഈ നോട്ടിന്റെയൊക്കെ പ്രശ്നത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഭൂരിപക്ഷം കൂടും. ശ്രീ വിജയരാഘവനാണ് താങ്കൾക്കുള്ള സമയം. പിന്നീട് ഇതില് നമ്മൾ കാണേണ്ട കാര്യം വെച്ചാല് രാജേഷ് അല്ല കൂടി ആത്മവിശ്വാസമൊക്കെ കാണിക്കേണ്ടത് നന്നായി. അത് ഇല്ല, ആത്മവിശ്വാസം എപ്പോഴും വളരെ മെച്ചപ്പെട്ടതാണ്. നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാല് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ BJP ഫ്രാഗ്മെന്റഡ് ആയ ഒരു പൊളിറ്റിക്സ് കൃത്യമായി നിന്നെങ്കിലേ ഉത്തർപ്രദേശിൽ BJP ജയിക്കുള്ളൂ. ഈ പറഞ്ഞ ആത്മവിശ്വാസത്തിലൊന്നും ഭൂരിപക്ഷം ആൾക്കാർ BJPക്ക് എതിരാണ്. അവിടെ ഫ്രാഗ്മെന്റഡ് ആയ ഒരു പൊളിറ്റിക്സിനെ വന്നാൽ അത് അതുപോലെ തന്നെ നിലനിന്നാൽ മാത്രമേ BJPക്ക് ഉത്തർപ്രദേശ് ജയിക്കാൻ കഴിയുള്ളൂ. അതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംഭവിച്ചു പോയിട്ടുള്ളത്. അത് നമ്മൾ കാണാതെ പോണ്ട. ഇവിടെ എല്ലാവരും ഭൂരിപക്ഷ ആളുകൾ നേരെ BJP ചേർന്ന് അവിടെ എത്ര എളുപ്പത്തിലാണ് നമ്മുടെ രാജേഷ് ചിന്തിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷമായി, നാളെ തന്നെ അപ്പുറം UPയിൽ ഭൂരിപക്ഷമാവും, അപ്പം തന്നെ ഇന്ത്യയിൽ ആകെ ഇതിനേക്കാൾ മാറ്റാൻ പറ്റും. അങ്ങനെ വളരെ നല്ല നിലയിൽ അങ്ങ് പോവാം. അങ്ങനെ കരുതരുത്. നല്ല നിലയിലല്ല ഭരണമെങ്കിൽ അതിനെ അതില്ലാണ്ട് ഒരു സംശയങ്ങളും വേണ്ട. നിങ്ങൾ പാവപ്പെട്ട മനുഷ്യനെതിരായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇപ്പോഴത്തെ ഒരു പട്ടിക നോക്കിയാൽ പൂർണ്ണമായി കോർപ്പറേറ്റ് അനുകൂലങ്ങൾ. നിങ്ങൾ 1000 രൂപ ചെലവാക്കിയ 28 രൂപ അപ്പം തന്നെ കോർപ്പറേറ്റിന് കൊടുക്കണം എന്ന് വെച്ചിട്ട് മറ്റേ പ്ലാസ്റ്റിക് വലിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അനുഭവിക്കുകയാണ് നമ്മുടെ ജനം. ഇതിന്റെ ലാഭം നിങ്ങൾ നടത്തുന്ന ഏത് പോളിസിയുടെയും ആത്യന്തിക ലാഭക്കാരൻ കോർപ്പറേറ്റ്, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളി, വിദേശ കോർപ്പറേറ്റ് മുതലാളിയാണ്. കൃഷിക്കാരന് എന്താ അവിടെ സമീപനം? ഈ കാർഷിക മേഖല ഇപ്പോൾ ഗോതമ്പ് അവിടെ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫ്ലോർ പ്രൈസിനേക്കാളും ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുക. അത് കൃഷിക്കാരൻ്റെ മനസ്സിൽ തട്ടുണ്ട്. ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന പച്ചക്കറി കൊണ്ട് റോട്ടിൽ തട്ടുക. അവരെല്ലാവരും കൂടി വന്ന് വരിയായി നിന്നിട്ട് വോട്ട് ചെയ്ത് ഉടനെ ജയിക്കും എന്നുള്ള തെറ്റിദ്ധാരണയ്ക്ക് പോകണ്ട. നിങ്ങൾക്ക് പെശകുകൾ സംഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നില്ല എന്നുള്ള പരിമിതി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശ് ഒരു പുതിയ വിധിയെഴുത്ത് നിങ്ങളുടെ ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത് രാഷ്ട്രീയമായി ഇന്ത്യയെ മാറ്റും എന്ന് ശ്രദ്ധിച്ചു. എനിക്ക് എന്തായാലും പെട്ടെന്ന് ഇടവേളയിലേക്ക് കൂടി പോകുന്നത്. ഇടവേള കഴിഞ്ഞ് 2 മിനിറ്റ് ഉണ്ടാകുക. ശ്രീ PV തോമസിലേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്താം. ശ്രീ PV തോമസ്, ഏറ്റവും അവസാനമായി ഈ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ എല്ലാം നിർണ്ണയിക്കുന്നത്. ഈ ബഡ്ജറ്റ് എല്ലാം ഉത്തർപ്രദേശിനെ ലക്ഷ്യമാക്കി തന്നെയാണെന്നാണ് ഈ ചർച്ച കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. BJP എന്തൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് വലിയ കാര്യമാണ്, വലിയ പ്രശ്നമാണ്. അത് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദയവായിട്ട് നമ്മുടെ VV രാജേഷിനെ പ്രതിയാകരുത്. അതൊരു പ്രതീകം മാത്രമാണ്. അദ്ദേഹത്തിന് അതുപോലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ആത്യന്തികമായിട്ടുള്ളൊരു അറിവോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവോ അതിനുള്ള അധികാരമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, BJPക്കാരനാണ്. അത് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലയിലേക്ക് എല്ലാം കെട്ടിവെക്കരുത്. ശിവസേനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യവും, ശിവസേന എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭരിക്കാൻ സാധിക്കും, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ് ശിവസേന. പക്ഷേ ശിവസേന റിവോൾട്ടിൻ്റെ കൊടി ഉയർത്തിക്കഴിഞ്ഞു. അത് ബജറ്റിനെ സംബന്ധിച്ചാണ്. ബജറ്റിനെ കുറിച്ചുള്ള എനിക്ക് ചോദ്യം, എന്തുകൊണ്ട് ബജറ്റ് മാറ്റിവെച്ചുകൂടാ? ഭരണഘടന തകരുമോ, വികസനം തകരുമോ എന്നുള്ള കാര്യമാണ്. പിന്നെ UP ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
UP ഇലക്ഷൻ തീർച്ചയായിട്ടും അത് ഒരു വളരെ നിർണായകമായ ഇലക്ഷനാണ്. അത് ഒരു ചതുഷ്കോണമായ ഇലക്ഷനാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണ ഇലക്ഷനാണത്. അത് BJPയും BSPയും അഖിലേഷ് യാദവിൻ്റെ SP തമ്മിൽ ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആർക്ക് എങ്ങോട്ട് മൈനോറിറ്റി ധ്രുവീകരണം, അതുപോലെ തന്നെ അങ്ങോട്ട് അപ്പർ കാസ്റ്റ് ധ്രുവീകരണം ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. ഇപ്പോൾ പറയാറായിട്ടില്ല. ഞാൻ ആ സർവേ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും BJPക്ക് 2014 കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം 80 സീറ്റുകളിൽ 71 സീറ്റുകൾ കിട്ടുകയും ചെയ്ത ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും. പക്ഷേ ചോദ്യം അരിത്തമെറ്റിക്സ് അല്ല, കെമിസ്ട്രിയാണ്. ഒരു അസംബ്ലി ഇലക്ഷനിലെ കെമിസ്ട്രിയാണ്. ഇതൊന്നും നമ്മളിപ്പോൾ പറയാറായിട്ടില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഈ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് നോട്ട് നിരോധനവും ഇപ്പോൾ ബഡ്ജറ്റിന്റെ പേരിലുള്ള വിവാദവും ഒക്കെ ഇനി എങ്ങനെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. നരേന്ദ്രമോദിക്ക് ആ കാര്യത്തിൽ പിടിച്ചു നിൽക്കാനാവുമോ? BJP ആ കാര്യത്തിൽ ഉത്തർപ്രദേശിൽ എന്തെങ്കിലും മാന്ത്രികത കാണിക്കുമോ എന്നറിയേണ്ടത്. പ്രതിപക്ഷം എന്ത് നിർണായക റോൾ വഹിക്കും എന്നറിയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വിജയരാഘവൻ, ശ്രീ VV രാജേഷ്, ശ്രീ PV തോമസ്.